ഹേ ഗായ്സ് എല്ലാ ചാനലുടെ പുതിയതേക്ക് സ്വാഗതം. ദുൽഖറുള്ളത് ഗായ്സ്. ഇന്ന് നമ്മൾ എൻ്റെ സ്കൂളൊക്കെ തുറക്കാൻ പോകണം. അതുകൊണ്ട് കുറേ ബാഗ്, കുറേ പേന, ബോട്ടിലൊക്കെ മേടിച്ചിട്ടുണ്ട് ഗായ്സ്. ശബ്ദം ഇത് മൈലിൻ്റെ ഗായ്സ്, അപ്പുറത്തെ വീട്ടിലുള്ള ഗായ്സ്. അപ്പോൾ അതൊക്കെയാണ് ഗായ്സ് ഇന്ന് കാണിച്ചത്. ഫസ്റ്റ് നമുക്കൊരു കിടുക്കാച്ച് സാധനം തന്നത് കണ്ട, ഈ ഒരു പെന്നാണ് ഗായ്സ്. കണ്ടില്ലേ, ഇത് പല കളറിലുള്ള ഞാൻ എഴുതി കാണിച്ചിട്ടുണ്ട്. തൂവലുണ്ട്, പിന്നെ കണ്ടോ സെറ്റായത്. ഇനി ഞാനൊരു പേപ്പർ എടുത്തിട്ടുണ്ട്, ഇതിൽ ഓരോന്നായിട്ട് എഴുതി കാണിച്ചിട്ട്. പക്ഷെ ഇത് ആദ്യം ഞാൻ മുടിയൊക്കെ കിട്ടി എങ്ങനെയുണ്ട് റെഡിയാണ്. പക്ഷേ ഞാൻ ആദ്യം ഇതാണ്ട് ഇവിടെ ബ്ലാക്കാണ് സെലക്ട് ചെയ്യുന്നുണ്ടോ. ഇതാണ് ബ്ലാക്ക്. നീ ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് താഴെ ഓക്കെ, ഞാൻ ബ്ലാക്ക് ഇവിടെ എഴുതുവാണ്. വര കണ്ടാ, ഇതാണ് ബ്ലാക്ക്. അടുത്ത പിന്നെ ഇതാണ്ട് പിന്നെ ചെയ്തതിൻ്റെ ഭാഗത്തൊന്നും ചെയ്യണ്ട. പിന്നെ ബ്ലൂവിൻ്റെ താഴോട്ട് ക്ലിക്ക് ആ മതി. അപ്പം നീ ബ്ലൂ ഇതാണ് ഗൈസ്. ബ്ലൂ ഒരു പേനായിട്ട് കണക്കല്ലേ. അടുത്ത റെഡ് ആബിഷ്കു റെഡും ഇത് കണക്കാണ് ഉണ്ടല്ലോ. ഞാൻ ഒരു ലൈൻ അടിച്ചിട്ടുള്ളൂ, അത് ഒറ്റ ലൈൻ. പിന്നെ അടുത്ത ഗ്രീന്, ഗ്രീനുണ്ട്. ഗ്രീൻ ഇങ്ങനെയാണ്. ഗ്രീന്, പിന്നെ അടുത്ത പർപ്പിളുള്ള ഓറഞ്ച് ഉണ്ടോ. ഓറഞ്ച് ക്ലിക്ക് ചെയ്യുക. ഓറഞ്ച് ഒരു സിൽവർ കണക്കെ തോന്നുക. എന്താ മനസ്സിലാകണ്ട. ഓറഞ്ച് ആണ് ഇനി പർപ്പിളാന്ന് പറഞ്ഞത്. ഓറഞ്ച്. അടുത്തത് ഓറഞ്ച് ഇത്. പിന്നെ അടുത്ത ഓറഞ്ച് കണ്ടിട്ട് പർപ്പിൾ കണ്ട. പർപ്പിളാണെന്നാ തോന്നുന്നത്. ഏതോ ഗ്രീൻ ഒക്കെ അതുമല്ല, ഓറഞ്ച് ആണെങ്കിൽ ശരി. എന്നിട്ട് ഇത് ലാസ്റ്റ് ആക്കണം. ഓക്കെ, നമുക്ക് ഏതിൽ വേണമെങ്കിൽ ക്ലിക്ക്. ഞാൻ ഇപ്പോൾ റെഡിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. എന്നിട്ട് റെഡിലല്ല ഏതിൽ വേണമെങ്കിൽ ക്ലിക്ക്. എന്നിട്ട് ജസ്റ്റ് ഇത്ര വരെ എത്തിയാൽ മതി. താഴോട്ട് എത്തി അതങ്ങ് ആവും. ഇതുണ്ടാകും. ശരി, കുഴിപ്പുണ്ടോ കണ്ണിൽ കുഴിയാണ്. ഇനി നമുക്ക് ബാഗിലോട്ട് കടിക്കാം. ശരിയാണ് ബാഗാണ് ഞാൻ മേടിച്ചത്. എന്തിട്ട് സാധനം ഇത് കണ്ടില്ലേ. ഇതാണ് ബാഗ് കണ്ട. ഇതാണ് ബാഗ്. ഭയങ്കര വെയിറ്റ് ഉണ്ട്. ഭയങ്കര വെയിറ്റ് എന്താ പറയുക, ഇതിനകത്താണ് എല്ലാം മേടിച്ചിട്ടേക്കുന്നത്. അതുകൊണ്ട് അപ്പം ആദ്യമൊക്കെ ചെറിയ ഉറയിൽ തുടങ്ങാൻ. ഇതൊന്നും ഇല്ല കേട്ടോ. പീക്കാണ്ടി ഉറയില്ല പൈസ കണ്ട. ഇത് നെയ്സിലിപ്പ് കണ്ട. ഇത് ഫ്രീ ആയിട്ട് കിട്ടിയതാ. കളറിങ് ബുക്കും ഫ്രീ ആയിട്ട് ഗൈസ്. ഇതല്ലാതെ മേടിച്ചതാ എനിക്ക് പടം വരയ്ക്കാൻ. പിന്നെ ബോക്സ് കണ്ട ഗൈസ്. ഇതാണ് ബോക്സ്. പിന്നെ ഇതിൻ്റെ അകത്തും കുറേ ഉണ്ട്. ഇതിൻ്റെ അകത്ത് പെൻസിലല്ല, വേറെ സ്കെയില് അതൊക്കെ എടുത്ത് വെച്ചത്. സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ എടുത്ത് കണ്ടില്ലേ. ഇങ്ങനെയാണ് തുറന്ന് ഗൈസ് കണ്ട. ആദ്യത്തെ 2 പശ മേടിച്ചിട്ടുണ്ട് ഗൈസ്, ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ്. പിന്നെ ഇത് തുറക്കുമ്പോൾ ഒരു സ്കെയിൽ ഉണ്ടാവും. ഇതാണ് ഉള്ളത്. പിന്നെ 2 പശയില്ല. അതിങ്ങനെ ചില പേപ്പർ ക്രാഫ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്ന അവരുണ്ടല്ലോ, അവരൊക്കെ ഇതാണ് ഉപയോഗിക്കുന്നുണ്ട്. ഈ പച്ച നിറമുള്ള നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചിലതിലൊക്കെ കാണും കേട്ടോ. എല്ലായിടത്ത് ബാഗ് എല്ലായിടത്ത് ബാഗ് വെക്കും. പ്രശ്നം മറന്നു നോക്കല്ലോ. അതിൻ്റെ അകത്തുണ്ടായിരുന്ന കള്ളന്മാർ.
എന്താ ഞാൻ പറഞ്ഞില്ലേ. ഇത് അപ്സര പെൻസില്, പിന്നെ ഇത് കളർഫുള്ളായിട്ടുള്ള അപ്സര പെൻസിൽ. അടുത്തത് തിരിച്ചേക്കുവാണ്, അത് കാണിച്ചല്ലോ. അടുത്ത് ബാഗിക്ക്. പിന്നെ എല്ലാവർക്കും കഷ്ടപ്പെട്ടല്ലേ ഇതൊക്കെ മേടിച്ച, എല്ലാവർക്കും സബ്സ്ക്രൈബ് മതി. അല്ല പിന്നെ ഷെയറും കൂടി ചെയ്യാൻ മറക്കല്ലേ. അയ്യോ എന്ത് ചെയ്യുന്നു? ഇതൊരു കാര്യം ചെയ്യും, ഇങ്ങനെ തന്നെ വെച്ചേക്കാം. അല്ലേ കണ്ടാ ഈ ബുക്കിൻ്റെ അകത്ത് വെച്ചേക്കല്ല. പിന്നെ അടുത്തോറ പിന്നെ കുപ്പിയൊക്കെ മേടിച്ച അതൊക്കെ അടുത്തേയില്ല, അതുകൊണ്ടാണ് നല്ല ലേറ്റ്. ആദ്യം തന്നെ ലഞ്ച് കിറ്റ് കണ്ട, നല്ല ലഞ്ച് കിറ്റല്ലേ, നല്ല ലഞ്ച് കിറ്റ. അടുത്ത ഇതിൻ്റെ അകത്തുള്ള സാധനങ്ങൾ, ഇത് സിബന്തി അതാണ്ട് ഇവിടെ ഇരിക്കുന്നു, അത് തുറക്കട്ടെ. അതിൻ്റെ അകത്തും ഉണ്ട്. പള്ളി ആദ്യം തന്നെ നമുക്ക് സ്നാക്സ് ബോക്സിൽ നിന്ന് ഇതാണ്ട്, ഇതാണ് സ്നാക്സ് ബോക്സ് കണ്ടാ എൻ്റെത് അല്ലേ. അടുത്ത ലഞ്ച് ബോക്സ് കൊണ്ട് ഇത്ര ഉള്ളൊരു ലഞ്ച് ബോക്സ് മേടിച്ചത്. അത് തുറക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഫ്രീ ആയിട്ട് കിട്ടുന്ന പാത്രം. അത് പിന്നെ വേറൊരു പാത്രം കൂട്ടുണ്ട്, അതിനെ കാണിച്ചു തരാം. പിന്നെ നമുക്ക് കുപ്പി ഗൈസ്, കുപ്പി കണ്ട വെറൈറ്റി കണ്ട ഇങ്ങനത്തെ കുപ്പി ഗൈസ്. ഇത് ലോക്ക് കൊണ്ട് കേട്ടോ എൻ്റെ ഗൈസ്. ആണ്ട് ഓക്കെ ആണ്ട് ലോക്ക് ഇത് തുറന്ന് ഇങ്ങനെ ഇത് കണ്ട ഈ സാധനം മേളിലോട്ട് ആക്കണം. ഇപ്പം കണ്ട ലോക്ക, ഇത് താഴോട്ടാക്കിയ ഓണാവും അല്ലേ. വെറൈറ്റി അല്ലേ. അടുത്ത ഗൈസ് താണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് പാത്രം. പിന്നെ വീണ്ടും ഒരു പാത്രം കൂടി ഉണ്ട്. ഈ പാത്രത്തിൻ്റെ അകത്താണ് എറൈസറൊക്കെ കണ്ട. ഞാൻ എറൈസറല്ല ഗൈസ്, ഇത് ഉണ്ടോ അല്ല ബോളിൻ്റെ കട്ടർ തുറക്കാപ്പിലോട്ട് ചേച്ചേക്ക് കണ്ട. 2 എറൈസർ അല്ല 3 ക്യാമലിൻ്റെ എറൈസർ മേടിച്ചിട്ടുണ്ടോ. കൈ കഴിക്കുന്നു. ഇനി എന്തിനും ഉണ്ടോ അറിഞ്ഞൂടെ, എല്ലായിടത്തും ടിക്കറ്റ് ഇനിയും കാണും ചിലപ്പം പറയൂല. കുറേ സാധനങ്ങളുണ്ട് എല്ലായിടത്തും ടിക്കറ്റ് വയ്ക്കാൻ പോകും. എല്ലാം കൂടി സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ വരെ എൻ്റെ ഇനി എന്തെങ്കിലും ഉണ്ട് ദേഹത്ത് എന്തെങ്കിലും കാണുക എൻ്റെ അകത്ത്. ഇനി ബുക്കൊക്കെ പൊതിഞ്ഞ് കാണണ്ടേ. ഞാൻ ബുക്കൊക്കെ പൊതിഞ്ഞു കേട്ടോ, അതെല്ലാം കാണിച്ചു. ഞാനേ തല തിരികെ കഴിച്ച് ഞാൻ കഴിഞ്ഞ വർഷം 2ാം ക്ലാസ്സിൽ ഞാനേ ഇങ്ങനെ ഓരോ കളർ ബുക്കാണ് സെയിം കളറൊക്കെ ചെയ്തത്. എല്ലാത്തിനും ബ്ലൂ ആണ് ചെയ്തത്. ഇപ്രാവശ്യം ഞാൻ പല കളറാണ് യൂസ് ചെയ്യുന്നത് ബുക്കുകളൊക്കെ. പിന്നെ ഞാൻ അത് പോയി എടുത്തിട്ട് വരാം. കാഴ്ചൻ്റെ ഇതാണ് ഒരു കെട്ട് പൊതിയുണ്ട്, അത് കൊണ്ട് മാറ്റി വയ്ക്കും. അതിന് നമുക്ക് ടെസ്റ്റല്ലേ ഒരു ആന അതിലോട്ട് തന്നെ എടുക്കാം. പിന്നെ TP ഒക്കെ പല പല സബ്ജക്റ്റിനും ഒരു TP ഒക്കെ പല TP അല്ലേ. ആദ്യം തന്നെ ഡ്രോയിങ് ബുക്ക് ഉണ്ടാ തുറക്കുക. നല്ല ഡ്രോയിങ് ബുക്ക്. ബാക്കിൽ കണ്ട കുറേ പടങ്ങളുണ്ട്. നമുക്ക് ഫ്രീ ആയിട്ട് 1 2 3 4 5 6 പേജുണ്ട്. ബാക്കി നിങ്ങൾക്ക് നറൂട്ടോ കക്കാശിയൊക്കെ എഴുതും. പിന്നെ ഇത് കണ്ട ഇതെൻ്റെ നെയ്സിൽ പോലാണ് അത് ഞാനേ നാളെ ഡിസ്ക്രിപ്ഷനിലല്ല ഈ വീഡിയോൻ്റെ ടൈറ്റിൽ ഞാൻ ഈ ചെയ്തതിൻ്റെ നമ്പർ ഞാൻ കൊടുത്തേ കൈസ്. കണ്ടേ നെയ്സ് ഇതിലുണ്ട് കേട്ടോ. ഇത് കണ്ടോ
ഇതെൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ളൊരു കൊച്ചാണ് നമ്മൾ ഡ്രീംസ് മാളിൽ പോയി ഗൈസ്. ഇത് സ്റ്റിക്കർ ഗൈസ് ബോട്ടിൻ്റെ ഒരു സ്റ്റിക്കറാണ്. പിന്നെ ഇനി ബുക്സ് ഒന്നൊന്നായിട്ട് ഗൈസ്. ആദ്യം കമ്പ്യൂട്ടർ നോട്ട്ബുക്ക് കണ്ട ഖുഷി കമ്പ്യൂട്ടർ. പിന്നെ EVS നോട്ട്ബുക്ക് കണ്ട ഗൈസ് അല്ലേ. കമ്പ്യൂട്ടറിന് പിങ്ക്, EVSന് ബ്ലൂ അല്ലേ. EVS നോട്ട്ബുക്ക് ഇത് ക്യാപ്റ്റൻ അമേരിക്ക. പിന്നെ ഇത് ഹിന്ദി നോട്ട്ബുക്ക് കണ്ട മോങ്കി ദി ലൂഫി. ഇത് ഇംഗ്ലീഷ് നോട്ട്ബുക്ക് സ്പൈഡർമാൻ. പിന്നെ ഇത് എൻ്റെ ബർത്ത്ഡേക്ക് എടുത്ത അതിന് മുമ്പേ ബർത്ത്ഡേ കഴിഞ്ഞിട്ടൊക്കെയാണ് എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങി, അതുകൊണ്ടാണ്. പിന്നെ ഇത് ബെൻഡൻ്റെ ഇത് ബെൻഡൻ അതറിയാം. ഇത് റഫ് ബുക്ക് ഉണ്ടോ, ഈ റഫ് ബുക്ക്. പിന്നെ ഇത് മാത്സ്, നമ്മളെ മാത്സ് കിട്ടും വിച്ച് ഹാബിറ്റോ. പിന്നെ ഞാൻ ഒരു ബ്ലാക്ക് പെന്നും കൂടി മേടിച്ച്. അതിപ്പോൾ ഞാൻ എവിടെയെന്ന് അറിയാം, പക്ഷെ ഞാൻ കാണിക്കാം, കാരണം അതൊരു കെട്ടിൻ്റെ ഇടയ്ക്കാണ് എടുക്കുന്നത്. പിന്നെ മലയാളം നോട്ട്ബുക്ക് ഇത് ഡീറ്റെയിൽസിലാണ്. ഇത് GK നോട്ട്ബുക്ക് ഹൾക്ക്. ഇതും ഡ്രീംസ് മാളിൽ പോയപ്പോഴാണ് ഫോട്ടോ എടുത്തത്. ഇത് ഏതാ മലയാളം TP ഒക്കെ എല്ലാം പച്ചയാണ് കണ്ടാ. TP ഒക്കെ എല്ലാം പച്ച കണ്ട. ഇത് മലയാളം TP ബുക്ക്, GK TP ബുക്ക്, ഇത് ഇംഗ്ലീഷ് TP ബുക്ക്, EVS TP ബുക്ക്, ഹിന്ദി TP ബുക്ക്, മാത്സ് TP ബുക്ക്, കമ്പ്യൂട്ടർ TP ബുക്ക്. ഇത്രയും TP ബുക്കാണ്. അടുത്ത് കവറിൻ്റെ അകത്ത് വെച്ചിട്ട് വരാം. അപ്പോൾ തന്നെ ഇതും നല്ല കേക്ക് വെച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാൻ, ഇനി വേറെ ഒന്നുമല്ലേ. പിന്നെ ബ്ലാക്ക് പെൻ നോക്കട്ടെ, ഞാൻ എടുത്തുകൊണ്ട് വരാം ഗൈസ്. വേറെ ഗൈസ് ഇതാണ് ബ്ലാക്ക് പെൻ കണ്ട. പിന്നെ ഇത് ബാഗിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടിയാണ് കണ്ട. ഇത് ഫേക്ക് ബാളാണ്. ഇതിൻ്റെ റിയൽ ബാൾ എവിടെ പോയി. ഇത് ഞാനൊരു തോക്ക് മേടിച്ച അതിൻ്റെ ബാൾ, അതാണ് ഇത് ഇടാൻ പോണം. ഞാനേ ഇപ്പം ചെയ്ത് നോക്കിക്കോണേ. ചിലപ്പോൾ ഇത് ഇവിടെ ഫാൻ ഇട്ടേക്കണേ. ഇത് ആക്കാൻ കുറച്ച് പേടിയാണ്. ഇപ്പം എവിടെ ചാക്കും ഐഡിയ ഇതായിരുന്നു. ഇപ്പം എങ്ങനെ വേണ്ടേ, ഇതാണ് കണ്ട. ഞാൻ അടിക്കാൻ പോണേ, അടിച്ചിട്ട് പിടിക്ക് നോക്കിക്കോണേ. പിടിച്ചു ഒന്നേ. ഓ ശരി, അത് വീണ പോണേ. ഒന്നേ ക്യാമറയുടെ മുമ്പിൽ തന്നെ വീണല്ലേ. ഓ എന്റെ കണ്ണീഴല്ലേ. രണ്ട് 3 2 പക്ഷെ ഇത് വീഴാൻ പോലെ ചിലപ്പോ അങ്ങ് 2 3 അത് വീഴുന്നിട്ട് അങ്ങ് പോവാൻ കഴിച്ചു. അങ്ങനത്തെ അസുഖമുണ്ട്. 3 4 5 5 10 ഞാൻ ഉറപ്പ്. 5 6 7 8 9 ഒന്നും കൂടി ഞാൻ ക്യാമറ ഓഫ് ആക്കും.
10 ഗൈസ്. കിടുക്കാച്ചി സാധനം വേണമെങ്കിൽ എൻ്റെ നെഞ്ചിലേക്ക് ഇട്ടടിക്കാം. നല്ല ശക്തിയൊന്നുമില്ല ഗൈസ്. ഗൈസ് കണ്ടില്ലേ കണ്ടേ ഗൈസ്, ഇത് ഫേക്ക് ബാളാണ്. കണ്ട റിയൽ ബാൾ എവിടെ പോയി? പിന്നെ എൻ്റെ കയ്യിൽ കുറേ നോട്ട് വേണുണ്ട് ഗൈസ്. ഞാനേ എൻ്റെ കയ്യിലുള്ള ഞാൻ കുറച്ച് നിഞ്ച ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. അതെല്ലാം കാണിച്ചത് ഞാൻ എന്തായാലും എല്ലാം കാണിച്ചില്ല. ഇനി ഇതും കൂടിയും കാണിക്കാതല്ല. പിന്നെ ഇതുപോലെ ഞാൻ വന്നേ ഗൈസ്. അതുകൊണ്ട് നമ്മൾ റിയൽ ബാൾ കിട്ടിയിട്ടുണ്ട് ഗൈസ്. അതിൻ്റെ ഇടയ്ക്ക് ഗൈസ് എൻ്റെ എല്ലാം ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഗൈസ്. അതുകൊണ്ട് ഇവിടെ ഇരിപ്പുണ്ട് ഗൈസ്. ഒന്നൊന്നായിട്ട് ഫസ്റ്റ് നമ്മളെ നറൂട്ടോന്റെ കുനയാണ് ഗൈസ്. കണ്ടില്ലേ ഗൈസ്? ഇതൊരു ആന കുനയായി പോയി ഗൈസ്. ഞാൻ ആദ്യം ഒരു കുന ഉണ്ടാക്കിയാൽ ഞാൻ കാണിച്ചില്ല. അതൊരു ചെറുതാണ് ഗൈസ്. കണ്ടില്ലേ? ഏതോ വലുത് ഇത്. അപ്പം ഞാൻ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുക. അപ്പം ഇത് കളഞ്ഞ. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇതും ഉണ്ടാക്കി. പിന്നെ അതിൻ്റെ അടിയിൽ നോക്കിയപ്പോൾ ഇത് കിട്ടിയിരിക്കുന്നത്. ഇതാണ് 2 കുനയും. പിന്നെ ഒരു മിനാറ്റോൻ്റെ കുനയും കൊണ്ട് ഉണ്ടോ. പിന്നെ ഒരു സാധാ കത്തീസിൻ്റെ ഇത് വെച്ചിട്ട് ഞാൻ ഒരു ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ടോ ഇങ്ങനെ ആക്കുന്ന എൻ്റെ ഇതിൻ്റെ പേപ്പറല്ല കവറൊക്കെ ഇങ്ങോട്ട് കണ്ടാ. അടുത്ത നിഞ്ച സ്റ്റാർ. ഇതെനിക്ക് ഉണ്ടാക്കാൻ അറിയാം. ഞാൻ ഉണ്ടാക്കാൻ പഠിച്ച് കണ്ടില്ല. ഇന്ത്യയുടെ നിഞ്ച സ്റ്റാറൊക്കെ ഉണ്ടാക്കിയത്. പിന്നെ ഇത് കുറച്ച് ആളുടെ പേരൊക്കെ ഉള്ള ഉണ്ടാവും. വേണമെങ്കിൽ വായിച്ചു. പിന്നെ ഇത് കുറേ നിഞ്ച സ്റ്റാർ ഉണ്ട്. ഇന്നൊന്ന് കാണിച്ചാൽ തീരുന്നതുകൊണ്ട് കുറേ മോഡലുള്ളതൊക്കെ ഉണ്ട്. പിന്നെ ഇതാണ് കുറച്ച് വെറൈറ്റി ഗൈസ്. കണ്ട ഡബിൾ ഡബിൾ കത്തി ഗൈസ്. കണ്ട ഇവിടെയും ഉണ്ട്, ഇവിടെ ഉണ്ട്. നിങ്ങൾ ചോദിക്കും തോന്നുന്ന അല്ല, ഇത് 2 ഗൈസ്. അല്ലേ 2 ഗൈസ്. ഇത് ഇതിന്റെ കവറുമാണ്. പിന്നെ വേറൊരു സാധനം കാണിച്ചിടാമേ. അതെ ഇത് കണ്ട. ഇത് ആടാന്ന് എനിക്ക്, പക്ഷെ നന്നായിട്ട് പറക്കും കേട്ടോ. അല്ലെ കിടുക്കാച്ചായിട്ട് പറക്കും. നോക്കിക്കോണേ. കണ്ടാ പറന്ന് കണ്ടാ. ജസ്റ്റ് അതും പോയി എടുത്ത് പക്ഷെ അങ്ങനെ സാധനം കിട്ടിയിട്ടുണ്ട്. ഇതാണ്ട് അതാണ്ട് പറഞ്ഞ കണ്ടോണ്ട് ഇത് പിന്നെ ആരും ഉണ്ടാക്കലേ. ഞാനിത് ഉണ്ടാക്കുന്ന കാണിച്ചത്. കാരണം ഇത് ഡേഞ്ചർ. ഞാനിത് പള്ളി ഒരാൾക്ക് ഉണ്ടാക്കി കൊടുത്ത് അവൻ്റെ കണ്ണേറി കൊണ്ട് ഗൈസ്. ഡേഞ്ചർ. പിന്നെ ഞാൻ ഈ നിഞ്ച സ്റ്റാർ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഏതെങ്കിലും ഒരു ദിവസം ഇടാം കേട്ടോ. പിന്നെ അതാണ് കുറേ സാധനം ഉണ്ടായി. പിന്നെ അതാണ്ട് ഇത് കണ്ടോ ഇങ്ങനെ കുത്തുന്ന സാധനം. ഇതിനാ തട്ടിക്കൂട്ടിയൊക്കെ ഉണ്ടാക്കുന്നത്. ഞാൻ യൂട്യൂബല്ലേ ഞാൻ തന്നെ അങ്ങ് ഉണ്ടാക്കിയപ്പോ. പിന്നെ ഇത് കണ്ടോ 4 സാധനമുള്ളൊരു സാധനം ഉണ്ടാവും. പക്ഷെ ഇതും താണ്ടേ ഇങ്ങനെ ഇറങ്ങുന്ന. ഞാൻ കറക്കി കാണിച്ചാൽ അതൊന്ന് പോകത്തുണ്ട്. അത് ഞാൻ 2 ഉണ്ടാക്കിയത് ഈസി ആയിരുന്നു. ഞാൻ വേറൊരു കണ്ടേ ഇതും ഉണ്ടാക്കിയ കണ്ടില്ലേ? ഇതാണ് സ്നൈപ്പർ. ഞാൻ പറയില്ല, എന്നാലും പറയും. കണ്ട ഇത് കണ്ട സ്നൈപ്പർ. പിന്നെ ആണ്ടേ ഇത് ഗൈസ്. ഈ സാധനം ഞാൻ ഉണ്ടാക്കിയല്ലേ, എൻ്റെ കൂട്ടുകാരുണ്ടാക്കി തന്നതാ. ആർട്ടിക്ക് അവനാണ് ഈ സാധനം ഇതും ഇങ്ങനെ പറയുന്നു. ഇതിങ്ങനെ ഇതും കുത്തുന്നതാ. ഇത് നിഞ്ച ബാളേണ്ട. നമുക്ക് ഇങ്ങനെ ബാളായിട്ട് എറിയല്ലോ. പിന്നെ ഇതാ വരുന്നേ. അപ്പം ഇത്രയും കണ്ടോ. നറൂട്ടോ കുറച്ചും കൂടി കാണിച്ചു. കുറെ ആയിട്ട് ഓരോന്റെ പേര് പറയാനൊന്നും സമയമില്ലേ. അതുകൊണ്ട് രാത്രിയാണ്. പിന്നെ എത്ര ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത്
കാണിക്കാൻ തന്നെ ഇത് എടുക്കാൻ തന്നെ ഭയങ്കര ടാസ്ക്. അതിൻ്റെ ഇടയ്ക്ക് ഇതുകൊണ്ട് കല്ലേ എൻ്റെ പള്ളി ദിവസമല്ലേ ഇത്രേ കാർസാണ് ഉള്ളതുണ്ടോ. ഇത് ഓരോന്ന് പറയുമ്പോൾ നാളെ ആവും പൈസ. അതുകൊണ്ട് ഇപ്പം തന്നെ എത്ര 20 മിനിറ്റ്സ് ആയി. അപ്പം ഇന്നത്തെ ഇവിടെ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ ഫോർ നൗ.